ഇപ്പോൾ വരുന്നുണ്ട്. സുപ്രീം കോടതി ഇന്ന് അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കില്ല, ഒരു അർജന്റ് ഹിയറിംഗ് ഇതിൽ ഉണ്ടാകില്ല എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിതിൻ, ഇതിൽ അടിയന്തരവാദം കേൾക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കോടതി അറിയിച്ചത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒരു ഹർജി പരിഗണിക്കും, പക്ഷേ അത്തരം ഒരു എമർജൻസി സിറ്റുവേഷനായി ഈ അറസ്റ്റിനെ കോടതി കാണുന്നില്ല. നാളെ സ്വാഭാവികമായും അത് പരിഗണനയ്ക്ക് വരുന്ന ഘട്ടത്തിൽ മാത്രമേ അതിലൊരു വാദം ഉണ്ടാകൂ എന്ന് വേണം കരുതാൻ, അല്ലേ? വിജുമാർ, അങ്ങനെ തന്നെയാണ്. കാരണം അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടാണ് അറസ്റ്റിന് പിന്നാലെ ആം ആദ്മി പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ അങ്ങനെ ഒരു അടിയന്തരമായിട്ടുള്ള ഹർജി പരിഗണിക്കുന്നില്ല, നാളെ മാത്രമേ ഈ ഹർജി പരിഗണിക്കുള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും നേരത്തെ ബൽറാം സൂചിപ്പിച്ച പോലെ തന്നെ കോടതി കൂടി ബോധ്യപ്പെട്ടാൽ മാത്രമേ, ഒരുപക്ഷെ ഈ വിഷയത്തിന്റെ എല്ലാം തന്നെ, ഈ സംഭവത്തിന്റെ എല്ലാം തന്നെ ഗൗരവം കൂടി കണക്കിലെടുത്താൽ മാത്രമേ ഒരു അർജന്റ് ഹിയറിംഗിലേക്ക് സുപ്രീം കോടതി കടക്കാറുള്ളൂ. നേരത്തെ മുൻകാലങ്ങളിലടക്കം നിർഭയ കേസ്, അതോടൊപ്പം തന്നെ മറ്റു പല കേസുകളിലടക്കം അത്തരത്തിൽ സുപ്രീം കോടതി രാത്രികാലങ്ങളിൽ ഒരു അടിയന്തര വാദം കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള അത്തരമൊരു പ്രാധാന്യം ഈ ഒരു കേസിലില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നാളെ മാത്രമേ ഈ ഹർജിയിൽ വാദം കേൾക്കൂ എന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഒരു തീരുമാനം വന്നിരിക്കുന്നത്. എന്തായാലും ആം ആദ്മി പാർട്ടി നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയത് 20 മിനിറ്റിനകം തന്നെ ഇതിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഒരു തീരുമാനം ഉണ്ടാകും. അനുകൂലമായ ഒരു നടപടി സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത്രയേറെ അപകടകരമായ അവസ്ഥയിലാണ് ജനാധിപത്യമുള്ളത്. അതിൽ നിന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നീതി പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് നേരത്തെ ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ പറഞ്ഞതുപോലെയല്ല, സുപ്രീം കോടതി നാളെ മാത്രമേ ഈ ഹർജി പരിഗണിക്കുകയുള്ളൂ. നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ നാളെ ഈ ഹർജി പരിഗണിക്കുന്ന കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും മുൻപ്, അതായത് അറസ്റ്റിന് മുൻപ് സുപ്രീം കോടതിയെ ഈ ആം ആദ്മി പാർട്ടി സമീപിച്ചിരുന്നു.